ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചേലക്കരയിൽ ഭൂനികുതി അടയ്ക്കാൻ കഴിയാതെ ദുരിതത്തിലായി നിരവധി കുടുംബങ്ങൾ. പങ്ങാരപ്പള്ളി വില്ലേജിന് കീഴിലെ പ്രദേശത്താണ് കഴിഞ്ഞ 2 വർഷക്കാലമായി നികുതി അടയ്ക്കാൻ കഴിയാതെ കുടുംബങ്ങൾ വലയുന്നത്. 2024 വരെ കൃത്യമായി നികുതി അടച്ചു വന്നിരുന്ന ഇവർക്ക് കഴിഞ്ഞ 2 വർഷക്കാലമായി നികുതി അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കാലങ്ങളായി തങ്ങൾ ഉപയോഗിച്ചു വരുന്ന ഭൂമിയുടെ നികുതി അടയ്ക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തതയില്ലാതെ വലയുകയാണ് ഇപ്പോൾ ഈ കുടുംബങ്ങൾ. 27 കൊല്ലം ഞാൻ നീതി അടച്ച സ്ഥലത്ത് ഇപ്പം എനിക്ക് നീതി അടയ്ക്കാൻ ഈ 2 കൊല്ലത്തിനുള്ളിൽ സാധ്യമായിട്ടില്ല. എനിക്ക് പഴയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒരു ലോൺ എടുക്കാനായിട്ട് ഇവിടെ എല്ലാം പാസ്സായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പേപ്പർ എനിക്ക് കിട്ടിയില്ല. പേപ്പർ കിട്ടി എനിക്ക് ഉടൻ തന്നെ എനിക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നതും പിന്നെ ലോൺ കിട്ടിക്കൊണ്ടിരിക്കുന്നതും തകരാറാക്കാനാണ് വരുന്നുള്ളത്. നീതി അടയ്ക്കുന്ന പേപ്പറും കൂടി ഞാൻ മണ്ണ് പറമ്പാക്കി മാറ്റാൻ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ എനിക്ക് കിട്ടി, പറമ്പാക്കി മാറ്റി. നീതി അടയ്ക്കാൻ പറ്റില്ല എന്ന് അവർ പറയുന്നുണ്ട്. പറ്റില്ല, സ്ഥലം മാറിപ്പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചെയ്യാൻ പറഞ്ഞു. എനിക്കറിയില്ലല്ലോ, എനിക്ക് വിദ്യാഭ്യാസമില്ലല്ലോ. 27 കൊല്ലം ഞാൻ നീതി അടച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 കൊല്ലമാണ് നീതി അടയ്ക്കാത്തത്. ആ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇതുവരെ നീതി അടച്ച പേപ്പർ എവിടെ, ആ ബുക്ക് അവിടെ കാണിച്ചു തരുന്നില്ല. വീട് വയ്ക്കാനും ലോൺ ആവശ്യങ്ങൾക്കായും മറ്റും രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ പെടാപ്പാടുപെടുകയാണ്. പങ്ങാരപ്പള്ളി വില്ലേജ് ഓഫീസിൽ ഇതു സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ സ്ഥലം എളനാട് വില്ലേജിലേക്ക് മാറിയെന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്നും, എന്നാൽ എളനാട് വില്ലേജിൽ അന്വേഷിക്കുമ്പോൾ ഒരു വില്ലേജിലുള്ള സ്ഥലം എങ്ങനെ മറ്റൊരു വില്ലേജിലേക്ക് മാറും എന്ന മറുപടിയാണ് വരുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. പങ്ങാരപ്പള്ളി വില്ലേജിൽ ഞങ്ങൾ 2024 വരെ നികുതി അടച്ചിട്ടുണ്ടായിരുന്ന ആളുകളാണ് ഈ നിൽക്കുന്നതെല്ലാം. 2024 ശേഷം ഇന്നേ വരെ നികുതി അടയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഓരോ കുടുംബം വരുമ്പോഴും അപേക്ഷ വെക്കണം, തഹസിൽദാർക്ക് വെക്കണം, അവിടെ വെക്കണം, ഇവിടെ വെക്കണം. എളനാട് വില്ലേജിലേക്ക് ഇത് മാറിയെന്നാണ് പറയുന്നത്. എളനാട് വില്ലേജ് ഓഫീസിൽ ഞങ്ങൾ ഇന്നലെ ബന്ധപ്പെട്ട സമയത്ത് അയാൾ പറഞ്ഞു ഒരു കാരണവശാലും ഒരു വില്ലേജ് വേറൊരു വില്ലേജിലേക്ക് പോകാൻ പറ്റില്ല. അത് അവിടെ നിങ്ങൾ 24 വരെ അടച്ചതിൻ്റെ റെസീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ BTRൻ്റെ ബുക്ക് ഇവിടെ ഉണ്ടാവും. ആ ബുക്കിൽ നിങ്ങൾ നോക്കാനാണ് പറഞ്ഞത്. ഇവിടെ ചോദിച്ച സമയത്ത് അങ്ങനെ ഒരു ബുക്കേ ഇവിടെ ഇല്ല, ആ രേഖകളൊന്നും ഇവിടെ ഇല്ല. ഈ വരുന്ന ആളുകളെ, സാധാരണക്കാരായിട്ടുള്ള 12 പണിയെടുക്കുന്ന ആളുകളെ ഈ പറയുന്ന പല വിധത്തിലുള്ള അപേക്ഷകളും വെച്ച് ഇവരെ വഴിമാറ്റി വിടുക. ഓരോ പട്ടാഞ്ചേരിക്ക് വിടുക, ഇടനാട്ടേക്ക് വിടുക, അങ്ങനെ നട്ടം കറക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളിത് കലക്ടർക്കും മറ്റുള്ള ആൾക്കും പരാതി കൊടുക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഞങ്ങൾ കൂട്ടത്തോടു കൂടി ഞങ്ങളെല്ലാ ആളുകളും ചേർന്ന് ബാക്കിയുള്ള ആളുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊന്നും നികുതി അടയ്ക്കാൻ പറ്റാതെ മകളുടെ കല്യാണം മുടങ്ങുന്നു, വീട് പണി പകുതിയിൽ നിൽക്കുന്നു, സ്ഥലം വിറ്റിട്ട് ഗൾഫ് പോകാൻ വേണ്ടിയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് അവസ്ഥകളുള്ള ആളുകളാണ് അവിടെ നിൽക്കുന്നത്. ഈ നികുതി അടയ്ക്കാൻ എത്രയും പെട്ടെന്ന് അധികാരികൾ, ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്നിട്ട് ഈ സാധാരണക്കാരുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ചു തരുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതു സംബന്ധിച്ച് താലൂക്ക് ഓഫീസിലും മറ്റും അപേക്ഷ നൽകിയിട്ടും ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പങ്ങാരപ്പള്ളി വില്ലേജ് അധികാരികളോട് പലതവണ സ്ഥലം സന്ദർശിച്ച് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണമെന്ന് അപേക്ഷിച്ചിട്ടും ഉദ്യോഗസ്ഥർ ഈ 2 വർഷ കാലയളവിൽ അതിന് തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. 2024 മുതലാണ് നമുക്ക് നികുതി അടയ്ക്കാൻ പറ്റാത്തൊരു വിഷയം വന്നത്. അതിനു മുമ്പ് നമ്മൾ അടച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ലോൺ എടുക്കാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒന്നിനും നമ്മുടെ പേപ്പറുകൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഞങ്ങളല്ല, അവിടെ ഒരുപാട് വീടുകളുണ്ട്. ഈ സർവേ നമ്പറിൽ പെട്ടിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോരുത്തരും പല പ്രാവശ്യമായിട്ട് വില്ലേജ് ഓഫീസറായാലും തഹസിൽദാറിൻ്റെ അടുത്തായാലും പല ഓഫീസുകളിൽ കയറിയാണ് വർഷങ്ങളായി. ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു പരിപാടികളും നടക്കില്ല. അപ്പം ഞങ്ങളിന്ന് ഞങ്ങൾ അയൽവാസികളെല്ലാവരും കൂടി കൂട്ടത്തോടു കൂടി വന്നേക്കാണ്. ഞങ്ങൾക്ക് തീരുമാനം ഇന്ന് ഇവിടുന്ന് ഉണ്ടാക്കി തരണം. കാലങ്ങളായി തങ്ങൾ കൈവശം വെച്ചു പോരുന്ന ഭൂമിയുടെ നികുതി അടയ്ക്കാൻ സാധിക്കാത്തതിന്റെ കാരണം അന്വേഷിച്ച് അലയുകയാണ് ഈ കുടുംബങ്ങൾ. ഇപ്പോൾ മകളുടെ കല്യാണവും വെച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ കാരണം കൊണ്ട് ഇപ്പോൾ വീട് പണി അവിടെ നിൽക്കുക, ലോൺ എടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ആകെ പ്രശ്നമായിട്ട് നടക്കണം. എങ്ങനെയും ശരിയാക്കി തന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളൊന്ന് വേഗം കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ്, വീട് പണി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഇപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 3-4 പ്രാവശ്യം കൂടെ നടന്നിട്ട് വടക്കാഞ്ചേരി നടന്നു, ചേലക്കര, എളനാട് എല്ലാ സ്ഥലത്തും പോയി. അവരിങ്ങനെ വട്ടത്തിരിപ്പിക്കാതില്ലാതെ ഒരു കാര്യം നോക്കുന്നു, അവരൊന്നും നോക്കണമില്ല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം
ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത 13000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162.